സ്റ്റുഡൻസ് എഡ്യൂപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിവിഷൻ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ നമ്മളൊരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പറയുന്നത്. ദാറ്റ് ഈസ് എങ്ങനെയാണ് എക്സാമിനേഷന് മലയാളത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു മാതൃകാ ചോദ്യ പേപ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. മലയാളം 232 കേട്ടോ വരുന്നത്. അപ്പോൾ എന്തിനാണ് ഫസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, പരീക്ഷാ ദിവസം എഴുതാനുണ്ടാവും, പിന്നെ ഇൻവിജിലേറ്റർ ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു സെൻറ്ററിലുള്ള ഒരു അധ്യാപകനുണ്ടാവും, അവരുടെ സൈൻ മേടിക്കണം. പിന്നെന്താണ്, പരീക്ഷാർത്ഥികൾ അവരുടെ റോൾ നമ്പർ ചോദ്യപേപ്പറിൻ്റെ ആദ്യ പേജിൽ എഴുതേണ്ടതാണെന്നൊക്കെ കുറച്ച് നിർദ്ദേശങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആ കാര്യങ്ങൾ വായിക്കുക, അതേപോലെ തന്നെ അദ്ദേഹം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 6ാമത്തെ നിർദ്ദേശം കണ്ടോ, ചോദ്യപേപ്പറിലുള്ള നമ്പർ തന്നെ ഉത്തരം എഴുതുമ്പോഴും നൽകേണ്ടതാണെന്ന്. അതായത് എന്താണോ നമ്പർ കൊടുത്തിരിക്കുന്നത് അതേമാതിരി തന്നെ ആയിരിക്കണം കേട്ടോ ആൻസറിലും ആൻസർ ഷീറ്റിലും വരേണ്ടത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാർക്കിങ് നഷ്ടപ്പെടാം. അതായത് ഇവിടെ വരുന്നത് 1.2, 5.1 അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ഇട്ടുള്ള നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്പറിങ് ചെയ്തിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, നമുക്ക് ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മലയാളം നമ്മൾ കുറച്ചധികം കഥകളും കവിതകളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിൽ എങ്ങനെ അതിനെ കാണാമെന്ന് നോക്കാം നമുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യന് വരുന്നത് ഏതെങ്കിലും 20 ചോദ്യങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ നമുക്കുണ്ടല്ലോ ടോട്ടൽ 30 ചോദ്യങ്ങൾ തരും. അതിൽ നിന്ന് 20 ചോദ്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് അറിയുന്ന 20 ചോദ്യം മാത്രം ഈ ഒരു സെക്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതി. എത്ര മാർക്കാണ് കിട്ടുന്നത്? 20 × 1, അതായത് ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് എന്ന രീതിയിൽ 20 ക്വസ്റ്റ്യന് 20 മാർക്ക് കിട്ടും ഈ ഒരു സെഷനിൽ. ഓക്കെ അല്ലേ? അപ്പോൾ മലയാളത്തിലൊക്കെ പെട്ടെന്ന് ഈസിക്ക് പാസ്സാവാൻ പറ്റുന്നതാണ് കേട്ടോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് ഇത്തരത്തിൽ 4 ഓപ്ഷൻ തന്നിട്ട് തിരഞ്ഞെടുക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് എഴുതുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും എഴുതി വെച്ചാൽ തന്നെ സുഖമായിട്ട് നല്ലൊരു മാർക്ക് 30-ന് മുകളിൽ മാർക്ക് വാങ്ങി പാസ്സാവാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ആരും തന്നെ അശ്രദ്ധ കാരണം നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1.1 ആണ് കേട്ടോ. അപ്പം മാർക്ക് ചെയ്യുമ്പോൾ ആൻസർ ചെയ്യുമ്പോൾ എന്താണ് 1.1, അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അതിന് ശേഷം ആൻസർ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോലോത്ത് നാട്ടുരാജാവിൻ്റെ സദസ്യനായിരുന്ന കവി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യന്. അപ്പം ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്നവയിൽ കോലാത്ത് നാട്ടുരാജാവിൻ്റെ സദസ്യൻ ആരായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന. ഓപ്ഷൻ ഉണ്ട്: എഴുത്തച്ഛൻ, വള്ളത്തോൾ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ ഇതിൽ ഏതാണ് കോലോത്ത് നാട്ടുരാജാവിൻ്റെ സദസ്യൻ എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ഇത്? നമ്മുടെ പ്രിയനെ തേടി എന്ന് പറഞ്ഞിട്ടുള്ള കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അത് എഴുതിയത് ആരാണ്? ചെറുശ്ശേരിയാണ് അല്ലേ? അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ആ ഒരു കവിതയിൽ നമ്മൾ പറയുന്നുണ്ട് ഈ ഒരു ചെറുശ്ശേരിനെ കുറിച്ചിട്ട്. ചെറുശ്ശേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് നമുക്ക് അറിയുന്നില്ല. പണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലപ്പേരിലാണ് ഭൂരിഭാഗം പേരും അറിയപ്പെടുന്നത്. ഇദ്ദേഹം ആരായിരുന്നു? കോലോത്തു നാട്ട് രാജാവ് ഉദയവർമ്മൻ്റെ സദസ്യനായിരുന്നു നമ്മുടെ ചെറുശ്ശേരി പറയുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? 1.1 എന്ന് എഴുതിയിട്ട് നമുക്ക് സി ആണ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 1.2 വ്യാളി മുഖം വച്ചത് എന്ന് എന്തിനെയാണ് കുമാരനാശാൻ വിശേഷിപ്പിച്ചത് എന്നതാണ് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. അപ്പോൾ എന്തിനെയാണ് വ്യാളി മുഖം വെച്ചത്? എവിടെയെങ്കിലും കേട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടോ വ്യാളി മുഖം വെച്ചത്? അതായത് കുമാരനാശാൻ്റെ ഒരു കവിതയുണ്ട് അല്ലേ? എന്താണ് കുമാരനാശാൻ്റെത് വരുന്നത്? അദ്ദേഹം വാസവദത്ത എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പം അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു വ്യാളി മുഖം വെച്ചത് എന്ന് പരാമർശിക്കുന്നുണ്ട്. ഒരു മാളിക വാതിലിൻ്റെ അതിനെയാണ് വ്യാളി മുഖം വെച്ചതുകൊണ്ട് ആര് പരാമർശിക്കുന്നത്? കുമാരനാശാൻ പറയുന്നത് അല്ലേ? വാസവദത്ത ഇരിക്കുന്ന ആ ഒരു ഗോപുരമുണ്ടല്ലോ, അതിൻ്റെ മാളിക വാതിലിനെയാണ് വ്യാളിമുഖം വെച്ചതുകൊണ്ട് കുമാരനാശാൻ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറും കിട്ടി, പി ആണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
1.3 നമ്മളെക്കാൾ കുറച്ചധികം വിനയം ആരോട് കാണിക്കണമെന്നാണ് KP കേശവ മേനോൻ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇവിടെ KP കേശവ മേനോന് നമുക്ക് പറഞ്ഞു. അപ്പോൾ KP കേശവ മേനോൻ എഴുതിയിട്ടുള്ള നമ്മുടെ ഈ ഒരു പാഠഭാഗത്തേക്കുള്ള കാര്യം ഏതാണ്? എന്താണ് KP കേശവ മേനോൻ്റെ ഇത് വരുന്നത്? അതായത് കുടുംബ ജീവിതമാണ് അല്ലേ നമ്മുടെ പാഠഭാഗം വരുന്നത്. അതിലുള്ള ഒരു ലൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്, നമ്മളെക്കാൾ കുറച്ചധികം വിനയം ആരോട് കാണിക്കണമെന്നാണ് KP കേശവ മേനോൻ അഭിപ്രായപ്പെടുന്നതെന്ന്. അപ്പം ഈ ഒരു സെൻറ്റൻസ് അതിൽ തന്നെ ഉണ്ട്, ആ ഒരു കഥയിൽ തന്നെ വരുന്നുണ്ട്. കുടുംബജീവിതത്തിൽ അത് വരുന്നത് നമ്മളെക്കാൾ താണ സ്ഥിതിയിലുള്ളവരോട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ആ ഒരു കഥയും കവിതയും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ. ഇപ്പോൾ മലയാളമൊക്കെ നമുക്ക് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കി എടുക്കാൻ ഒരാളെ ട്രെയിൻ ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ കൂടെ നമ്മളത് കവിതയ്ക്കായിരിക്കും കുറച്ചും കൂടെ നമുക്കൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നത്. ചില പദങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല, അതിൻ്റെ മീനിങ് അറിയില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ക്ലാസ്സസ് കാണുക, കവിതകളുടെ കഥകൾ നിങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതായത് എക്സാമിൻ്റെ 2 ദിവസം മുൻപേ പഠിക്കുന്നതായിരിക്കും മലയാളം കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇനി ഓർത്ത് വെക്കാൻ പറ്റാത്തവർ ഒരാഴ്ച മുന്നേ പഠിക്കുന്നതായിരിക്കും നല്ല. അല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ ഗതിയിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്നവർ 2 ദിവസം മുന്നിൽ പഠിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ നന്നാകുവാൻ എന്തു നല്ലു, നല്ലൊരു ചൂല് മനസ്സിൽ നല്ലു. ഇവിടെ നല്ല ചൂല് എന്തിന്? അപ്പോൾ ഇവിടെ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പാഠഭാഗത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? എന്താണ്? കുഞ്ഞുണ്ണി കവിതകളെ കുറിച്ചിട്ട് നമ്മൾ പാഠഭാഗത്തിലുണ്ടായിരുന്നു അല്ലേ, കുഞ്ഞുണ്ണി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കവിതയിലെ ലാസ്റ്റ് ഭാഗത്താണ് ഈ ഒരു വരികൾ വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ചൂല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. A സംഘശക്തി ബോധ്യപ്പെടാൻ, B മനസ്സിൽ മാലിന്യങ്ങൾ വന്നു കൂടുമ്പോൾ തൂത്തു വൃത്തിയാക്കാൻ, C വരുന്നത് തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ, D വരുന്നത് താൻ നിസ്സാരനാണെന്ന് ബോധമുറപ്പിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ നമുക്ക് ആ ഒരു വരി വായിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കഥാഗതിയെ അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനെ വെച്ചിട്ട് ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം അതിനോടാണ് അടുത്ത് നിൽക്കുന്നത്. ചൂല് എന്തിനാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്? മുറ്റം വൃത്തിയാക്കാനോ അല്ലേ, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൂല് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഓപ്ഷൻ A നോക്കൂ, സംഘശക്തി ബോധ്യപ്പെടുത്താൻ ആണോ? അല്ല അല്ലേ, അത് സംഘശക്തി ബോധ്യപ്പെടുത്താൻ അതും ചൂലും തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് തെറ്റാന്ന് പറയാം. ഇനി B മനസ്സിൽ മാലിന്യങ്ങൾ വന്നു കൂടുമ്പോൾ തൂത്തു വൃത്തിയാക്കാൻ. ഓക്കെ, അതൊരു ആപ്റ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം, അത് ടിക്ക് മാർക്ക് ചെയ്യാം. ഇനി തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കാൻ, ചൂല് കൊണ്ട് ആരെങ്കിലും ശിക്ഷിക്കോ? തെറ്റ് ചെയ്യുമ്പോൾ ഇല്ലല്ലോ, അത് ചൂരലാണ് നല്ലത് അല്ലേ. അപ്പോൾ അതും തെറ്റായിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. താൻ നിസാരനാണെന്ന് ബോധമുറപ്പിക്കാൻ. ഈ ഒരു ചൂലും D ഓപ്ഷനും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ? നിസാരനും ആ ഒരു ചൂലിൻ്റെ ആ ഒരു ഇതും കൊണ്ട് ഇല്ല, അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ശരിയായിട്ടുള്ള ഓപ്ഷനിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതിൽ 20 എണ്ണം എഴുതാനാണ് ഫസ്റ്റ് സെഷനിൽ വരുന്നത്. അപ്പോൾ അതിൽ 20 എണ്ണം നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാം. ഒന്ന് വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അങ്ങനെ വായിച്ചിട്ട് അവസാനം 30 ക്വസ്റ്റ്യൻസിലും ഏതെങ്കിലും 20 എണ്ണം കമ്പൾസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞു. 1.4 കഴിഞ്ഞു ക്വസ്റ്റ്യൻ. ഇനി 1.5 ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീരാമൻ്റെ മുമ്പിൽ ചെന്ന സീതയിൽ പ്രകടമായിട്ടുള്ള ഭാവം. അപ്പോൾ ഇത് എവിടുത്തുള്ളതാണ്? ഏത് പാഠഭാഗമാണ് വരുന്നത്? സീതാ സ്വയംവരം അല്ലെ, എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള സീതാ സ്വയംവരത്തിലുള്ള ഒരു ചെറിയൊരു പ്ലോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശ്രീരാമൻ്റെ മുമ്പിൽ സീത വന്ന് നിൽക്കുകയാണ് അല്ലേ, വേളി കഴിക്കാൻ വേണ്ടി, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പ്രകടമായിട്ടുള്ള ഭാവം, സീതയിലുണ്ടായ ഭാവമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ആദരം, വിനയം, ആനന്ദം, ലജ്ജ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു കല്യാണ ടൈമിൽ സ്ത്രീകൾ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്? ലജ്ജാവാദികളായിരിക്കില്ല, ലജ്ജ ഉണ്ടാകുന്നതായിരിക്കും അവർക്ക്. അപ്പോൾ ഇവിടെ ആൻസർ? ലോജിക്കലി വെച്ച് നോക്കുന്നതാണെങ്കിൽ ലജ്ജയാണ്.
വരുന്നത്. ഇനി 1.6 അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്കമൃതും അമൃതായി തോന്നൂ. ഇത് അമൃതായിട്ട് എന്നതുകൊണ്ട് കവി സൂചിപ്പിക്കുന്നത് മാതൃഭാഷയുടെ ഏത് സവിശേഷതയാണ്? അപ്പം ഈ ഒരു കവിത എവിടെ നിന്ന് വരുന്നതാണ്, ഏതാണ് കവിത എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താണ് കവി പറഞ്ഞിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ ഈ ഒരു വരികൾ ഏത് കവിതയിലാണ് വരുന്നത്? അതായത് നമുക്ക് എൻ്റെ ഭാഷ എന്ന് പറഞ്ഞിട്ടുള്ള വള്ളത്തോളിൻ്റെ കവിത പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇവിടെ മാതൃഭാഷയുടെ എന്ത് സവിശേഷതയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് പ്രചാരം, രണ്ടാമത് പൂർണ്ണത, സി വിഷയവ്യാപ്തി, ഡി ബോധനാശേഷി. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധനാശേഷിയാണ് കേട്ടോ കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കവിത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരുന്നു. ഇനി 1.7 എന്താണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥ ഏത്? ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മളിവിടെ ആത്മകഥ ആരെ കുറിച്ചിട്ടാണ്? വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ ഒരു ആത്മകഥ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? കണ്ണീരും കിനാവും. അത് തന്നെയാണ് നമ്മുടെ പാഠഭാഗം വരുന്നത്. അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയും വന്നു അല്ലേ? അപ്പം നമ്മൾ ഓപ്ഷൻ എ ആണെന്ന് തിരഞ്ഞെടുക്കും. ഓക്കെ അല്ലേ? ഇനി 1.8 നോക്കാം. 4 ഗ്രാമങ്ങൾ കൂടി ചേരുന്ന ദേശം ബാലിയിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഏത്, ഈ ഒരു സെൻറ്റൻസ് തന്നു കഴിഞ്ഞാൽ ഇത് ഏത് പാഠഭാഗത്തിലാണെന്ന് ഫസ്റ്റ് തിരിച്ചറിയണം. നിങ്ങൾ എന്ത് കാര്യം മലയാളം ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് എവിടെയുള്ളതാണ്, ഏതിലാണ് ഞാൻ വായിച്ചിരുന്നത്, ഏത് പാഠത്താണ് ചാപ്റ്ററിലാണ് ഇത് ഉണ്ടായിരുന്നതെന്ന് നോക്കണം. അപ്പോൾ ഈ ഒരു ബാലിയെക്കുറിച്ചൊക്കെ പറയുന്നത് ഏതിലാണ്? നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ അല്ലേ ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്തു നിന്നാണ്, പാഠഭാഗത്തു നിന്നാണ് ഇത് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ? അപ്പം 4 ഗ്രാമങ്ങൾ കൂടി ചേരുന്ന ദേശത്തെ ബാലിയിൽ അദ്ദേഹം ഒരു പേരിലാണ് പറയുന്നത്. ഏത് പേരിലാണ്? ഉബൂദ് എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.9 സ്ത്രീ സ്വയം ഏറ്റവും വലിയ ത്യാഗമൂർത്തിയായി പ്രത്യക്ഷപ്പെടുന്നത് താഴെ പറയുന്ന ഏത് അവസ്ഥയിലാണെന്നാണ്. അപ്പം എന്താണ് സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്നത്? ഇപ്പോൾ സ്ത്രീയെ കുറിച്ചിട്ട് പറയുമ്പോൾ എവിടെയാണ് ഇതിൽ വരുന്നത്? ദാറ്റ് ഈസ് വാൾവിൻ്റെ അറ്റം വരെ ചുമടേറ്റുന്നു എന്ന് പറയുമ്പോഴാണ്. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പലർക്കുള്ള കഞ്ഞിക്ക് വേണ്ടി മടച്ചു വീഴുന്നു, വാഴ്വിൻ്റെ അറ്റം വരെ ചുമടേറ്റുന്നു. വാഴ്വിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാഴ്വ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം എന്നാണ് കേട്ടോ. ജീവിതത്തിൻ്റെ അറ്റം വരെ ചുമടേറ്റുന്നു, അതായത് അവരുടെ മരണം വരെ അവളെന്താണ് കർമ്മനിരതയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്വപ്നങ്ങളെ ബലിദർപ്പകളാക്കി അശ്രുനീരോടെ വീഴ്ത്തുന്നു, പാപികളാൽ കല്ലെറിയപ്പെടുന്നു. അപ്പം ഇത് ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ പറ്റും ഏതാണ് ബി ആണെന്ന് വരുന്നത് അല്ലേ? ഇനി 1.10 നോക്കാം. താഴെ പറയുന്നവ കവിയുടെ എഴുത്തുമായി ബന്ധപ്പെട്ടവയാണ്. അതിൽ എഴുത്തിൻ്റെ വിഷയം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം താഴെ പറയുന്നതിനെ കവിയുടെ എഴുത്തുമായിട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ആ ഒരു കവിയുടെ അല്ലെങ്കിൽ അത് ആ എഴുത്തിൻ്റെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിൻ്റെ വിഷയമായിട്ട് എന്താ വരുന്നത്? അഴക ആണല്ലേ? അഴകാണ് എഴുത്തിൻ്റെ വിഷയമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്ത് പോകും കേട്ടോ. അധികം ഇങ്ങനെ നമുക്ക് വൈകിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പറഞ്ഞു പോകുന്നുണ്ട്. 1.11 താഴെ പറയുന്നവയിൽ കുട്ടികളുടെ സവിശേഷത എന്ത്? കുട്ടികൾ എങ്ങനെയുള്ളവരാണ്? അവർ നിഷ്കളങ്കതയുള്ളവരായിരിക്കും അല്ലേ? ബാക്കി കുശുമ്പ്, കുസൃതി, വാശിയും കുസൃതി ഉണ്ടാവും. എന്നിരുന്നാലും കുട്ടികളെ നമ്മൾ എപ്പോഴും എങ്ങനെയാണ് കാണുന്നത്? നിഷ്കളങ്കതയുടെ പ്രതീകമാണല്ലേ അവർ. അപ്പോൾ അതിൻ്റെ ഓപ്ഷന് സി ആണ്. ഇനി കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏത്? അപ്പം ഈ ഒരു കൂടിയാട്ടത്തെയൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിലെ കലകൾ എന്ന പാഠഭാഗത്തിലാണ് KP നാരായണ പിഷാരടി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രതിപാദിക്കുന്നത് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഴാവാണെന്ന് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നെയ്പായസം എന്ന കഥയുടെ രചയിതാവ് ആരാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ നെയ്പായസം എന്ന കവിതയുടെ എന്താണ് രചയിതാവ് ആരാന്ന് പറയുന്നെങ്കിൽ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സും അത് എഴുതിയ ആൾക്കാരെ അറിഞ്ഞിരിക്കണം കേട്ടോ. നെയ്പായസം എഴുതിയത് കമലാ സുരയ്യ ആണ്, അല്ലെങ്കിൽ ഓർ മാധവിക്കുട്ടി. അപ്പോൾ മാധവിക്കുട്ടിയും കമലാ സുരയ്യ സെയിം ആണ് കേട്ടോ, രണ്ടും ഒരേ ആൾ തന്നെയാണ് വരുന്നത്.
മാധവിക്കുട്ടി പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴാണ് കമലാ സുരയ്യായിട്ട് മാറുന്നത്. അപ്പം ഇത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1.14 സകല മതസാരവും ഏകാമെന്ന് അരുളി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അപ്പം ഈ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സകല മതസാരവും ഏക എന്ന് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: അംബേദ്കർ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു. അപ്പം നമ്മൾ വായിച്ചിട്ടുണ്ട് MK സാനുവിൻ്റെ ഒരു ജാതി ഒരു മതം അല്ലേ. അപ്പം ഇതിൽ ആരെയാണ് പ്രതിപാദിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ല, ബാക്കിയുള്ളവരെ കുറിച്ചിട്ട് ശ്രീനാരായണ ഗുരുവിനെ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു തന്നെയാണ് സകല മതസാരവും ഏക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു എന്താണ് ചാപ്റ്ററിന് അറിഞ്ഞിട്ട് ഇല്ലെങ്കിൽ പോലും ഓക്കെ. താൻ അധികാരത്തിൻ്റെ അഹംഭാവം പ്രകടിപ്പിച്ചിരുന്ന സന്ദർഭം എന്ന് VT ഭട്ടതിരിപ്പാട് വിശേഷിപ്പിക്കുന്ന അവസരമേത്? അപ്പം അധികാരത്തിൻ്റെ അഹംഭാവം പ്രകടിപ്പിച്ചിരുന്ന സന്ദർഭം എന്ന് കണ്ണീരും കിനാവിലും VT ഭട്ടതിരിപ്പാട് എന്തിനെയാണ് പറഞ്ഞതെന്നാണ്. 1 അമ്മയോടൊപ്പം അമ്പലത്തിൽ പോകുമ്പോൾ, B അമ്പലത്തിൽ മണിയടിക്കാൻ അവസരം കിട്ടുമ്പോൾ, C കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ, D കുറിഞ്ഞി പൂച്ചയെ കളിപ്പിക്കുമ്പോൾ. അപ്പോൾ ഇതിൽ ഏറ്റവും അഹംഭാവത്തിൻ്റെ പ്രകടമാകേണ്ടത് എപ്പോഴാണ്? ബിയിലാണ് അല്ലേ. അമ്പലത്തിൽ മണിയടിക്കാൻ അവസരം കിട്ടുമ്പോൾ, അവിടെ ഒരു അവസരം കിട്ടുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരുണ്ടാവും, എന്നിരുന്നാലും അവരിൽ മുമ്പൻ എന്നാണല്ലോ. അപ്പോൾ എന്താണ്, അവരിൽ മുൻപനാകുമ്പോൾ നമുക്കൊരു അഹംഭാവം വരുന്നത് അല്ലേ. അപ്പോൾ ഇത് കഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. കഥ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ അല്ലേ. ഇനി 1.16 2000 കൊല്ലം മുമ്പ് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയിരുന്ന പ്രസിദ്ധമായ വിദ്യാകേന്ദ്രം ഏത് എന്നാണ്. അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് തക്ഷശിലയാണ് കേട്ടോ. തക്ഷശില എന്ന് പറയും. അപ്പം തക്ഷശില ഇപ്പം ഐ തിങ്ക് ഇത് പാകിസ്ഥാൻ്റെ ആ ഒരു ഏതൊരു പ്രവിശ്യയിലാണെന്ന് തോന്നുന്നു. അപ്പം പണ്ട് കാലത്തായിരുന്നു കേട്ടോ തക്ഷശില നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി സർവകലാശാല തന്നെയായിരുന്നു. നമ്മുടെ പലതരത്തിലുള്ള വിദേശ സഞ്ചാരികളൊക്കെ ഇവിടെ നിന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പഴക്കമുണ്ടായിരുന്നൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു തക്ഷശില വരുന്നത്. ആൻഡ് 1.17 നോക്കാം ക്വസ്റ്റ്യൻ. മൈഥിലി മയിൽപേട പോലെ സന്തോഷിച്ചത് എപ്പോൾ? അപ്പം മൈഥിലിനെ കുറിച്ച് പരാമർശിക്കുന്നത് സീതാ സ്വയംവരത്തിലാണ് അല്ലേ. അപ്പം മയിൽപേട പോലെ സന്തോഷിച്ചത് ആ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. എപ്പോഴാണ്? വില്ല് മുറിഞ്ഞ ഒച്ച കേട്ടപ്പോൾ അല്ലേ. കാരണം ആ ഒരു വില്ല് മുറിക്കാൻ അല്ലെങ്കിൽ വില്ല് കൊലയ്ക്കാൻ വേണ്ടിയിട്ട് ആരെ കൊണ്ടേ പറ്റത്തുള്ളൂ? അതിനത്രയ്ക്ക് ബലവാനായിട്ടുള്ള ഒരാളെ കൊണ്ടേ ഉള്ളൂ. അതോ കേട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് സന്തോഷപൂർണ്ണമായി, കാരണം അവൾക്കും മാംഗല്യം വരികയാണല്ലേ. അപ്പോൾ അതാണ് C ആണ് ഓപ്ഷൻ വരുന്നത്. ഇനി 1.18 നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യം ഏതെന്നാണ്. അപ്പം കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഖണ്ഡകാവ്യം വരുന്നത് കരുണ എന്നാണ് കേട്ടോ. ഈ മഗ്നന മറയും അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് വാസവദത്ത അറിയാലോ. ഖണ്ഡകാവ്യമല്ല, കുമാരനാശൻ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് വള്ളത്തോളാണ് D. ഓക്കെ, ബാക്കി കാര്യങ്ങൾ പിന്നെ 1.19 നോക്കാം. മാതൃഭാഷയെ പെറ്റമ്മയായി കൽപ്പിക്കുന്ന കവി മറ്റു ഭാഷകൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം എന്ത്? അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു അപ്പോൾ പോയമിൽ ഇത് ഉണ്ടായിരുന്നു. എൻ്റെ ഭാഷ വള്ളത്തോൾ എഴുതിയിട്ടുള്ള ആ ഒരു കവിതയിൽ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് ആ ഒരു പോയമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ അല്ലേ, കേവലം ധാത്രിമാർ മാത്രമാണ്. മർത്യന് പെറ്റമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അല്ലേ, പെറ്റു വളർത്തിയ അമ്മ നമ്മുടെ ഭൂമിയാണ്, നമ്മുടെ മാതൃഭാഷയാണ്. ബാക്കിയുള്ള ഭാഷകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളർത്തമ്മയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ധാത്രി എന്നാണ് എൻ്റെ ആൻസർ വരുന്നത്. 1.20 താഴെ പറയുന്നവയിൽ ഏതിനെയാണ് പ്രഭാതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? 1 നിർവൃതി, പൊൻകതിർ, മഞ്ജിമ, ലളിത. അപ്പോൾ ഏതിനെയാണ് പ്രഭാതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത്? അത് C ആണ് കേട്ടോ, മഞ്ജിമ എന്നാണ് വരുന്നത്. ഇനി 1.21 നോക്കാം. പരബ്രയരുടെ സങ്കടം കണ്ട് നാട്ടുകാരൊക്കെ ചിരിച്ചു, കാരണം. അപ്പം ഇത് കച്ചട്ടി സമയരുടെ കഥയിൽ സഞ്ജയൻ പറഞ്ഞതാണ്. ഏതാണ്? അത് അവർക്കൊരു തമാശയായി തോന്നിയത് കൊണ്ട്. അല്ലെങ്കിൽ വീണാൽ ചിരിക്കാത്തവരില്ല എന്നൊരു ചൊല്ലുണ്ട്. C അയാൾ മജിസ്ട്രേറ്റിൻ്റെ ആളായിരുന്നു. D വരുന്നത് അയാൾ ആർക്കും ഒരു പൈ പോലും സഹായമായി കൊടുക്കാറില്ല.
അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഡി ആണല്ലേ. അതെല്ലാവർക്കും ഒരു കഥ വായിച്ചിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം ഈ ഒരു പരപ്രിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽ കാശിന് ആർക്കും സഹായം ചെയ്യാത്ത ഒരാളാണ്. അപ്പം അയാൾക്ക് എന്തെങ്കിലും ഈ ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ തന്നെ എല്ലാവരും സന്തോഷിക്കാണ് ഉണ്ടായിരുന്നത്. കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം മലയാളത്തിൻ്റെ എല്ലാ ക്ലാസ്സസും കാണാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്, നല്ല മാർക്ക് നേടാൻ പറ്റും കേട്ടോ. 1.22 തുള്ളൽ കൃതികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഭാഷ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം തുള്ളൽ കൃതികളിൽ നമ്മൾ ആ ഒരു കേരളത്തിൻ്റെ കലകളിൽ അദ്ദേഹം പറയുന്നുണ്ട് പാട്ടാണ് കേട്ടോ. തുള്ളൽ കൃതികളിൽ പാട്ട് വെച്ചിട്ടാണല്ലോ തുള്ളൽ. നമ്മളിപ്പോൾ ശീതന്തൻ തുള്ളൽ, പറയൻ തുള്ളൽ അല്ലേ, അങ്ങനെയൊക്കെ ഓരോ തുള്ളൽ പാട്ടാണ് അതിൻ്റെ ഭാഷയായിട്ട് വരുന്നത് കേട്ടോ. പാട്ടിലൂടെയാണത് പറയുന്നത്. ഇനി 1.23 വളർത്തുമൃഗങ്ങൾ എന്ന കഥയിൽ പരിക്കേറ്റ് കൈത്തണ്ടയിലെ വേദന ഇരട്ടിച്ചതായി ജാനകിക്ക് തോന്നിയ അവസരം ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് അപ്പോൾ ഈ കഥ വായിച്ചവർക്ക് മനസ്സിലാവും. ഇവിടെ കഥയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് വളർത്തുമൃഗങ്ങൾ എന്നാണ് അല്ലേ. അപ്പോൾ അതിലേതാണ്? തലേന്ന് രാത്രിയിലെ വീഴ്ചയെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ജാനകിക്ക് കൈത്തണ്ടയിലെ വേദന ഇരട്ടിച്ചതായി തോന്നിയത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 1.24 ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രഖ്യാപനത്തിലൂടെ വെളിപ്പെടുന്ന സന്ദേശം എന്ത്? അപ്പം എന്താണ്? എല്ലാവരും സമന്മാരായിരിക്കുക അല്ലേ. ശാശ്വതമായ മനുഷ്യത്വമാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയാലും മതി. ഈ ഒരു പ്രഖ്യാപനത്തിന് സാമ്യമുള്ള വേർഡ്സ് എല്ലാം ഓപ്ഷനിൽ ബാക്കിയുള്ളത് കൊടുത്തിരിക്കുന്നു. നോക്കാം. ബഹുദൈവ വിശ്വാസം ശരിയാണെന്ന ചിന്ത ആണോ? ഒരു ജാതി ഒരു മതം എന്നാണ് പറയുന്നത്. അപ്പം ബഹുദൈവ വിശ്വാസം തെറ്റാണ്. ഇനി മതാന്ധത ഉപേക്ഷിക്കണം അല്ലെ, മതത്തോടുള്ള അമിതമായിട്ടുള്ള ഭ്രാന്ത് ഉപേക്ഷിക്കണം. അത് എന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നതിന് ആപ്റ്റ് അല്ല, അപ്പം അത് തെറ്റാണ്. ഇനി നിരീശ്വരവാദം ശരിയല്ല എന്നാണ് പറയുന്നത്. നിരീശ്വരവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈശ്വരന്മാരെ വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ അതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. എല്ലാവരും സമന്മാരെ ഇരിക്കുക അല്ലേ, അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളൊരു മനുഷ്യത്വം വേണമെന്ന് മാത്രമേ കരുതുന്നുള്ളൂ. നിരീശ്വരവാദത്തെക്കുറിച്ചിട്ടൊന്നും പ്രഖ്യാപിക്കുന്നില്ല. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എ ആണ്. ഇനി 1.25 കൂത്ത് എന്ന കലാരൂപം നടത്തുന്ന വേദിയുടെ പേരെന്തെന്നാണ്? കൂത്ത് കലാരൂപം നടക്കുന്ന വേദി എന്താണോ അത് കൂത്തമ്പലമാണ്. ഓക്കെ. ഇനി 1.26 കുടുംബജീവിതം ദുസ്സഹമാകുന്ന ഘട്ടമായി KP കേശവ മേനോൻ ചൂണ്ടിക്കാണിക്കുന്ന അവസരം ഏതെന്നാണ്? അപ്പം ആ ഒരു കഥയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണെന്ന്. ദമ്പതിമാർ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതിരിക്കുമ്പോഴാണല്ലേ. അതായത് ആ ഒരു കഥയിൽ കൂടുതൽ പറഞ്ഞ ആരാണ്? കുടുംബജീവിതമാണല്ലോ, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും ഓപ്ഷൻസ് ബാക്കിയുള്ളത് മാതാപിതാക്കളോട് പറയുന്നുണ്ട്, സാമ്പത്തിക പ്രയാസം നേരിടുന്ന പറയുന്നുണ്ട്, അയൽക്കാരുമായിട്ട്. അപ്പം കുടുംബജീവിതത്തിൽ മുൻനിർത്തുന്നത് എന്താ? ദമ്പതിമാരെ കുറിച്ചിട്ടാണ്. ഓപ്ഷൻ അത് തന്നെയാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇനി 1.27 കേരളത്തിലെ തൊടികളിലും ബാലിയിലെ തൊടികളിലും പൊതുവായി കാണാൻ കഴിയുന്ന കാഴ്ചയുണ്ട്. അപ്പം ആ ഒരു എസ് കെ പൊറ്റക്കാടിൻ്റെ കഥ വായിച്ചവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആ ഒരു കുറിപ്പ് വായിച്ചവർക്ക് മനസ്സിലാവും എന്താണ്? തെങ്ങും കവുങ്ങും മാവും പ്ലാവും നിറഞ്ഞ പറമ്പുകൾ. ഇതാണ് സാമ്യമായിട്ട് വന്നത്. ഇനി 1.28 ചെണ്ട പിണക്കാൻ തന്നെ നമ്മെ കൊണ്ടിഹ പോന്നു ഭവാൻ ഇവിടേക്കായി. രാവണൻ ഇപ്രകാരം ചോദിച്ചത് ആരോടാണ് എന്നാണ്. രാവണൻ പിടിച്ച പുലിവാലെന്ന് കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള കവിത കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിൽ ആരെ കൊണ്ടാണ്? നാരദനെ ആ ഒരു ബലിയുടെ അടുത്തേക്ക് കൊണ്ടുവിടുന്ന തന്നെ ആരാണ്? രാവണനെ നാരദനാണ് ബാലിയുടെ അടുത്തേക്ക് കൊണ്ടുവിടുന്നത് അല്ലേ, പ്രേരിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും. അപ്പം ആരാണ് ഇതിൽ വരുന്നത്? നാരദനാണ് ഇവിടെ, അല്ലെങ്കിൽ നാരദനോടാണ് ഈ കാര്യങ്ങൾ രാവണൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇനി 1.29 മധ്യേഷ്യയിലെ പഴയ നിവാസികൾ ഏത് മതക്കാരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ്? ഏത് മതക്കാരായിരുന്നു മധ്യേഷ്യയിലെ പഴയ നിവാസികൾ എന്ന് പറഞ്ഞാൽ അത് ബുദ്ധമതക്കാരായിരുന്നു അല്ലേ. ഇനി 1.30 അപ്പോൾ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തു. ഇതിൽ ഏതെങ്കിലും 20 എണ്ണം മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് ഉറപ്പുള്ള 20 എണ്ണം.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു സെഷനിൽ. പെണ്ണ് പൊന്നിൻ്റെ മറ്റൊരു രൂപമാണ് എന്നതുകൊണ്ട് കവി ഉദ്ദേശിച്ചിരിക്കാൻ വഴിയില്ലാത്ത അർത്ഥം എന്ത്? എന്താണ് മറ്റൊരു രൂപമാണെന്ന് കവി ഉദ്ദേശിച്ചിരിക്കാൻ വഴിയില്ലാത്ത അർത്ഥമാണ് കേട്ടോ. ഒന്ന് വരുന്നത് രണ്ടും അപകടകാരികളാണെന്നാണ്, രണ്ടും വിലപ്പെട്ടതാണ്, രണ്ടും കിട്ടാൻ വിഷമമുള്ളതാണ്, രണ്ടും കാണാൻ ഭംഗിയുള്ളതാണ്. അപ്പം ഇവിടെ പെണ്ണ് പൊന്നിൻ്റെ മറ്റൊരു രൂപമാണെന്ന് പറയുന്നത് കൊണ്ട് രണ്ടും കിട്ടാൻ വിഷമമുള്ളതാണെന്നുള്ള ഓപ്ഷന് അതല്ലേ ഉദ്ദേശിച്ചിരിക്കാൻ വഴിയില്ലാത്തത്. ബാക്കിയൊക്കെ അദ്ദേഹം ആ ഒരു കവിതയിൽ പറയുന്നുണ്ട് അല്ലേ. രണ്ടും അപകടകാരികളാണെന്ന് പറയുന്നുണ്ട്, വിലപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട്, ഭംഗിയുള്ളതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കിട്ടാൻ വിഷമമുള്ളതാണെന്ന് പറയുന്നില്ല അല്ലേ. അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഫസ്റ്റ് സെക്ഷൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതെന്ന്. കച്ചട്ടി സ്വാമിയാരുടെ സോറി കേട്ടോ, ഏതെങ്കിലും 5 എണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. കച്ചട്ടി സ്വാമിയാരുടെ കഥ എഴുതിയതാര്? അപ്പോൾ എഴുതിയതാരാണ്? സഞ്ജയനാണ്. ഇത് ഒറ്റ വാക്കിൽ എഴുതിയാൽ മതി. കച്ചട്ടി സ്വാമിയാരുടെ കഥ എഴുതിയത് സഞ്ജയനാണ്. ഇനി കൃഷ്ണനാട്ടത്തെ അനുകരിച്ച് കൊട്ടാരക്കര തമ്പുരാൻ ഏർപ്പെടുത്തിയ കലാരൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കൃഷ്ണനാട്ടത്തെ എന്താണ് കൊട്ടാരക്കര തമ്പുരാൻ ഏർപ്പെടുത്തിയ കലാരൂപം? അത് രാമനാട്ടാണ് അല്ലേ. അത് നിങ്ങളുടെ കേരളത്തിലെ കലകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. മനസ്സിന് അതിയായ സന്തോഷം ഉണ്ടാക്കുമ്പോഴും താങ്ങുവാൻ വയ്യാത്ത വ്യസനം നേരിടുമ്പോഴും നാം എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? അത് വീടാണ്. അപ്പോൾ ഇത് കുടുംബജീവിതത്തിൽ പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഞ്ചബാണൻ തൻ്റെ പട്ടം കെട്ടിയ രാജ്ഞിയെ പോലെ ഇരുന്ന മഞ്ജുളാംഗി ആര്? ഇതെന്താ വാസവദത്തയിലാണ് പറഞ്ഞത്. വാസവദത്തയെ കുറിച്ചിട്ടാണ് ഇങ്ങനെ പരാമർശിക്കുന്നത്. അപ്പോൾ ആൻസർ വാസവദത്ത. പല മതസാരവു മേഘ എന്ന് തുടങ്ങുന്ന വരികൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഏത് കവിതയിലേതാണ്? അപ്പോൾ ഏത് കവിതയിലേതാണ്? മതമീമാംസ അല്ലെങ്കിൽ ആത്മോപദേശ ശതകം എന്നിവയിൽ നിന്നാണ് ഈ ഒരു പല മതസാരവു മേഘ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത് കുറച്ച് മുൻപേ നമുക്ക് MCQ പാർട്ടിൽ ചോദിച്ചിട്ടുണ്ട്. പ്രൗഢനാം നാരദൻ്റെ ചടുമൊഴികളാണ് കേട്ടോ. ചാടുമൊഴികൾ കേട്ട് മൂഢമതിയായത് ആരാണ്? അപ്പം തൊട്ട് മുൻപേ നമ്മൾ ഇതിൻ്റെ MCQ പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ നമുക്ക് തൊട്ട് മുൻപേ ചോദിച്ചതൊന്നും വേറെ പല സെക്ഷൻസിലായിട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇവിടെ നാരദൻ്റെ ചടുമൊഴികൾ കേട്ടിട്ട് മൂഢനായത് ആരാണ്? നമ്മുടെ രാവണനാണല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ രാവണനാണ്. ജാനമ്മ സർക്കസ് കമ്പനിയിൽ പ്രവേശിച്ച കാലത്ത് പ്രധാന കളിക്കാരി ആരായിരുന്നു എന്നാണ്. അപ്പോൾ ആരായിരുന്നു അവിടുത്തെ? ലക്ഷ്മി ആയിരുന്നു പ്രധാന കളിക്കാരി ആയിട്ടുണ്ടായിരുന്നത്. ഇത് വളർത്തുമൃഗം എന്ന കഥയിലേതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തേത് നോക്കാം നമുക്ക്. വിട്ടുപോയ ഭാഗം ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. അപ്പോൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടാവും ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ, അത് നിങ്ങൾ പൂരിപ്പിച്ചാൽ മാത്രം മതി. ഓക്കെ അല്ലേ. പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണ് മാത്രം പോരാ, ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം കയ്യിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? കുഞ്ഞുണ്ണി കവിതകളിൽ പറയുന്നുണ്ട് പെണ്ണു കാണാൻ പോകുമ്പോൾ കണ്ണ് മാത്രം പോരാ, കണ്ണാടിയും കയ്യിൽ കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? കണ്ണാടിയാണ് വരുന്നത്. ഇനി കണ്ണ കണ്ണ എന്ന് തിണ്ണം വിളിച്ചുടൻ എന്തോ കൊണ്ട് കുളിച്ചു ചെമ്മേ അല്ലേ. എന്തുകൊണ്ടാണ് അവിടെ കുളിച്ചിട്ടുണ്ടായിരുന്നത്? കണ്ണുനീർ കൊണ്ട് കുളിച്ചു ചെമ്മേ അല്ലേ. ഇവിടെ കണ്ണ കണ്ണ എന്ന് ആരാണ് തിണ്ണം വിളിച്ചിട്ടുള്ളത്? ഗോപികമാരായിരുന്നു അല്ലേ. ഇതിനെ പരാമർശിക്കുന്ന കവിത ഏതാണ്? നമ്മുടെ പ്രിയനെ തേടി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിൽ ഫസ്റ്റ് വരി തന്നെ ഇതാണ്, കണ്ണ കണ്ണ എന്ന് തിണ്ണം വിളിച്ചുടൻ കണ്ണുനീർ കൊണ്ട് കുളിച്ചു ചെമ്മേ. അതാണ് ഫസ്റ്റ് ലൈൻ തുടങ്ങുന്നത് തന്നെ. അപ്പം ഇതും നമുക്ക് വേഗം മനസ്സിലാക്കാം. ജ്വലിച്ച തേജസ്സോട് മെടുത്തു വേഗത്തോടെ ഡാഷ് വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. അപ്പോൾ ഇത് ഏതാണ്? സീതാ സ്വയംവരത്തിൻ്റെ പ്ലോട്ടാണ് ഇവിടെ പറയുന്നത്. ആ ഒരു ഭാഗമാണ് പറയുന്നത് സീതാ സ്വയംവരത്തിൽ അല്ലേ. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ. ഇവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? എന്താണ് ഇവിടെ വരുന്നത്? എടുത്തുല്ലേ. നമ്മൾ ഇത് എടുക്കുകയാണ്, ബാണം എടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കുലക്ക് ആണ് ചെയ്യുന്നത്. കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. ഓക്കെ, ആൻസർ കുലച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.4. കാണികളെ ചിരിപ്പിക്കാൻ ഡാഷ് കുള്ളൻ രാമു 100 വട്ടം അവിടെ തന്നെ വീഴാറില്ലേന്ന്. അപ്പം ഇവിടെ ആരാണ്?
ഓപ്ഷൻസ് തന്നിൽ ക്ലൗൺ ആണ് കേട്ടോ. ക്ലൗൺ ആയിട്ടുള്ള കുള്ളൻ രാമു 100 വട്ടം അവിടെ തന്നെ വീഴാറില്ലേ. ഇത് ആ ഒരു കഥാസന്ദർഭത്തിൽ തന്നെ ഉണ്ട്. വളർത്തുമൃഗങ്ങളിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡാഷ് കഥകൾ കുട്ടികൾ കേട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഏത് കഥകളെ കുറിച്ചിട്ടാണ് പറയുന്നത്? സഞ്ജയൻ്റെ കഥകൾ കുട്ടികൾ കേട്ടാൽ മതി. അപ്പം ഈ ഒരു കച്ചട്ടി സമയരുടെ കഥകൾ പറയുന്ന ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഞ്ജയൻ്റെ കഥകൾ കുട്ടികൾ കേട്ടാൽ മതി എന്ന്. അപ്പോൾ ആൻസർ ഏതാണ്? സഞ്ജയനാണ്. ഇനി നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ബാലിയിലെ ക്ഷേത്രങ്ങൾക്കരികിലും ഡാഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഇത്? നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. എന്നിങ്ങനെ ആ ഒരു പാഠഭാഗം അറിഞ്ഞില്ലെങ്കിൽ പോലും എന്താണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ബാലിയിലെ ക്ഷേത്രങ്ങൾക്കരികിലും ഡാഷ് ഉണ്ടായിരിക്കും. ഓപ്ഷൻ നിങ്ങൾ നോക്കൂ: ഭണ്ഡാരം, ഗോപുരം, കൊടിമരം, ആൽമരം. അപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾക്കരികിൽ അധികം കാണുന്നത് ഏതായിരുന്നു? ആൽമരമാണല്ലേ ക്ഷേത്രങ്ങൾക്കരികിൽ. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ബൈ ചാൻസിലേക്ക് നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണെങ്കിൽ ശരിയാവാട്ടോ. ഇനി 3.7 നോക്കാം. വാസ്തവത്തിൽ ഡാഷ് പോലെ മനോഹരമായ ഒരു ബാല്യമല്ല ഞാൻ അനുഭവിച്ചത്. എന്തുപോലെ? കാലം പോലെ മനോഹരമായ ഒരു ബാല്യമല്ല ഞാൻ അനുഭവിച്ചതെന്നാണ് പറയുന്നത്. ഇനി 3.8 പട്ടാണിയും ഡാഷ് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമുള്ള 2 ഉദാഹരണങ്ങളാണെന്നാണ്. പട്ടാണി വരുന്നത് നമുക്ക് എന്താ നോർത്ത് സൈഡാണെന്ന് പറയാല്ലേ, അല്ലെങ്കിൽ വേറെ ഇതിലുള്ളതാണെന്ന് പറയാം. ഇനി അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഇവർ പറയുന്നുണ്ട്. അപ്പം ഇങ്ങേയറ്റത്ത് എന്ത്? തമിഴനെ കുറിച്ചിട്ടാണ് SK പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആരാണ്? തമിഴനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സെഷന് നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് 4ാമത്തെ ഭാഗത്തിൽ നിന്ന് നോക്കാം. 4ാമത്തെ സെഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണം തെറ്റോ ശരിയോ എന്ന് രേഖപ്പെടുത്തുക. ടോട്ടൽ 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 5 എണ്ണം മാത്രം എടുത്താൽ മതി. നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളത് ഓരോ മാർക്ക് വീതമാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ശരിയോ തെറ്റോ എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതിൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയ്പായസം എന്ന കഥയിലെ കഥാപാത്രത്തിന് അച്ഛൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ശരിയോ തെറ്റോ ആണെന്നാണ്. അപ്പോൾ അതെന്താണ്? ശരിയായിട്ടുള്ള ഒരു ആൻസർ ആണല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതും? ശരി എന്ന് എഴുതും. ഓക്കെ. ഇനി നെക്സ്റ്റ്, ജാനമ്മ സർക്കസിലെ ട്രപ്പീസ് കളിക്കാരിയാണെന്ന്. ആണോ? അതും ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും ശരി എഴുതും. കണ്ണൻ്റെ അടുക്കൽ കോലക്കുഴൽ പഠിച്ചവർ കേകികളായിരുന്നു. അപ്പം കേകികളായിരുന്നു എന്നാണ് കണ്ണൻ്റെ അടുത്ത് കോലക്കുഴൽ പഠിച്ചവർ. ആരാ? കേകികളായിരുന്നോ? അല്ല അല്ലേ, അത് തെറ്റായിട്ടുള്ള ആൻസറാണ്. കേകികളല്ല. പിന്നെ ആണെങ്കിൽ എന്താണ്? ഇവിടെ തെറ്റെന്ന് എഴുതിയാൽ മതി കേട്ടോ. വാസവദത്തയുടെ മാളിക ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പം അത് ശരിയായിട്ടുള്ള ആൻസറാണോ? വാസവദത്ത കവിത അറിയുന്നവർക്ക് മനസ്സിലാകും. തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. എന്താണത്? തെറ്റെന്ന് എഴുതാം. മാളിക ഉൾനാടൻ ഗ്രാമത്തിലല്ല അല്ലേ. അതിനെക്കുറിച്ച് നന്നായിട്ട് കവി അവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇനി 4.5 VT ഭട്ടതിരിപ്പാട് ബാല്യത്തിൽ ഒരു ഗൃഹിണിക്കാരനായിരുന്നു എന്നാണ്. അപ്പം എന്താണ്? അത് ആ കഥയിൽ തന്നെ പറയുന്നുണ്ട്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഇനി പട്ടാണികളുടെ ജനകീയ നൃത്തങ്ങൾ കേരളീയ നൃത്തങ്ങളോട് സാദൃശ്യമുള്ളവയാണ്. ആണോ? ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. തെറ്റെന്നാണ്. ഇത് അവ കേരളത്തിൻ്റെ നൃത്തങ്ങളോട് സാദൃശ്യമുള്ളവയെന്നല്ല കേട്ടോ. അതിനെക്കുറിച്ച് പറയുന്നില്ല അതിനെ. പിന്നെയാണെങ്കിൽ മലരുളി തിരളും മധുചന്ദ്രിക്ക് മഴനീർ തുള്ളി ചാലിച്ചാണ് കവി എഴുതാൻ അറിയുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളതാണോ? ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കുക. ഇനി 5ാമത്തെ സെഷനിലേക്ക് നോക്കാം. 5ാമത്തെ സെഷൻ എന്താ പറയുന്നത്? ചേരുപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇത് ചേരുപടി ചേർത്ത് കൊടുക്കാം. ഇതിലെന്താണ് വരുന്നത്? അപ്പോൾ ഇതിൽ മൈഥിലി എന്ന് പറയുന്നത് ഏതിലാണ് വരുന്നത്? സീതാ സ്വയംവരത്തിൽ അല്ലേ നമ്മൾ കാണുന്നത്. സീതേൻ്റെ മറ്റൊരു പേര് മിഥില രാജകുമാരിയാണല്ലേ, അതുകൊണ്ട് മൈഥിലി എന്ന് വരുന്നു. സീതാ സ്വയംവരം. ഇനി ചെക്കോർദെ എന്ന് പറയുന്നത് ഏതിലുള്ളതാണ്? മൈഥിലി സീതാ സ്വയംവരം അല്ലേ. ചെക്കോർദ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾനാട്ടിലെ ഒരു ഉത്സവത്തിലാണ് അല്ലേ ചെക്കോർദയെ കുറിച്ചിട്ട് പറയുന്നത്. ഇനി കുറിഞ്ഞിപ്പൂച്ച എവിടെയാണ് പ്രതിപാദിക്കുന്നത്? അത് നമ്മളുടെ കണ്ണീരും കിനാവിലും അല്ലേ. കുറിഞ്ഞിപ്പൂച്ച എന്ന കഥാപാത്രത്തെ പരാമർശിക്കുന്നുണ്ട്. ഇനി പറയുന്നത് ചാക്യാന്മാരാണ്. ചാക്യാന്മാരെ കുറിച്ച്, ചാക്യാർ കൂത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് ഏതിലാണ്? കേരളത്തിലെ
കലകളെ കുറിച്ചിട്ട്. ഇനി ശ്രീനാരായണ ഗുരു പെട്ടെന്ന് കിട്ടും നിങ്ങൾക്ക് ഒരു ജാതി ഒരു മതം അല്ലേ, അതിൽ വരുന്നതാണ്. ഇതിലുണ്ടല്ലോ ടോട്ടൽ നമുക്ക് 8 എണ്ണം ഉണ്ട്. 5 എണ്ണം മാത്രം നിങ്ങൾ ലിങ്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്താണ് 5 എണ്ണം ചെയ്ത് കഴിഞ്ഞു. ഇനി 3 എണ്ണം വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിരുന്നാൽ പോലും നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ജാനമ്മ എന്ന കഥാപാത്രം ഏതിലാണ് വരുന്നത്? എല്ലാവർക്കും അറിയാം അല്ലേ, വളർത്തുമൃഗങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇത്തരം 8 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം മാത്രമേ അവർ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്താൽ മതി കേട്ടോ. വെറുതെ ഒരു റിസ്കിന് അവിടെ നിൽക്കാൻ നിൽക്കണ്ട. ആദ്യം 5 എണ്ണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം റിസ്ക് ഏറ്റെടുത്താൽ മതി. ഇനി നാരദൻ ഏതിലാണ് വരുന്നത്? നാരദൻ വരുന്നത് രാവണൻ പിടിച്ച പുലിവാലിൽ. അവസാനം വരുന്ന പരബ്രയ്യർ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് കച്ചട്ടി സമയരുടെ കഥയിലാണെന്ന് അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. ആ ഒരു സെഷൻ കഴിഞ്ഞു. ഇനി 6ാമത്തെ സെക്ഷൻ. ഇങ്ങനെ 10 സെഷനായിട്ടാണ്, അതിൽ സെക്ഷനിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ 6ാമത്തെ സെഷൻ നോക്കാം. 5 എണ്ണത്തിന് പകരം പദം എഴുതുക. അപ്പോൾ എന്താണ്, ഇതിൽ 7 എണ്ണം ഉണ്ട്. ഇതിൽ 5 എണ്ണത്തിന് മാത്രം നിങ്ങൾ അതിൻ്റെ പകരമായിട്ടുള്ളൊരു പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ആയിരിക്കും. ചിലതൊന്നും നമുക്ക് മീനിങ് അറിയണമെന്നില്ലല്ലോ. ഇവിടെ എന്നാലും നോക്കാം നമുക്ക്. ഏണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മാനിനെയാണ് അല്ലേ ഏണം എന്ന് പറയുന്നത്. നമ്മളെന്താണ് പ്രിയനെ തേടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏണം ആരാണ്? മാനാണ് വരുന്നത് അല്ലേ. ഇനി ഉരകവർഗ്ഗങ്ങളെല്ലാം നമ്മളത് പാമ്പ് അടങ്ങിയിട്ടുള്ള ജീവികളാണ് അല്ലേ. അപ്പം നോർമലി ഉരകത്തിന് നമ്മൾ പാമ്പാണ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ഉപദാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ തലയണയാണ്. നോർമലി അത് നിങ്ങൾക്ക് ആ ഒരു കവിത കേട്ടതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഉണ്ടാവും. തലയണയാണ് നമ്മൾ ഉപദാനം എന്ന് പറയുന്നത്. ഇനി വക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മുഖത്തെയാണ് അല്ലേ വക്രം എന്ന് പറയുന്നത്. മുഖമാണ് വക്രം. ഇത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ചുള്ള പണ്ടത്തെ ക്ലാസ്സസിലൊക്കെ ഇങ്ങനെ വക്രം, ചില കാര്യങ്ങൾ കണ്ണിൻ്റെ മീനാക്ഷി അല്ലേ, അക്ഷി എന്ന് പറയുന്ന പോലെ. അപ്പം മുഖത്തെ വക്രം എന്നതൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പം അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി പണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, പണ്ടം പണയം വെക്കുന്നത്. പണ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആഭരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം പണ്ടം ആഭരണം. വാഴ്വ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ, ജീവിതത്തെയാണ് അല്ലേ. വാഴ്വ് എവിടെ നിന്ന്? വാഴ്വ് ജീവിതത്തിൻ്റെ അറ്റം വരെ ചുമടേറ്റുന്നത് ആരാണ്? സ്ത്രീകൾ അല്ലേ. അപ്പം വാഴ്വിനെ എന്താണ്, ജീവിതം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി മകുടം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡായിരിക്കും. നമ്മൾ കിരീടത്തെയാണ് മകുടം എന്ന് പറയുന്നത്. അപ്പോൾ 5 എണ്ണത്തിൽ നിന്ന് കിട്ടും. പക്ഷേ നമ്മുടെ ഫൈനൽ ടേംസിൽ എന്തൊക്കെ ക്വസ്റ്റ്യനാ വരാമെന്നറിയില്ല ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ ചിലത് നല്ല ഈസി ആയിരിക്കും, ചിലത് ഡിഫിക്കൽട്ടി ഇവിടെ നന്നായിരിക്കും, നിങ്ങൾക്കൊന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ഇനി 7ാമത്തെ സെഷൻ നമുക്ക് നോക്കാം. ചേർത്തെഴുതാനാണ്. ഏതെങ്കിലും 5 എണ്ണം. 8 എണ്ണം തന്നതിൽ 5 എണ്ണം മാത്രം ചേർത്ത് എഴുതിയാൽ മതി. ഇത് നോക്കൂ നിങ്ങൾ, ക്ഷമ പ്ലസ് അറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ക്ഷമയറ്റ അല്ലേ. ക്ഷമയറ്റ അതല്ലേ ക്ഷമ പ്ലസ് അറ്റ. ഇനി പൊൻ പ്ലസ് അശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്നശോകം അല്ലേ. ഇത് ചേർത്ത് എഴുതാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ നിങ്ങൾക്ക്. പൊന്നശോകം. ഇനി ആൾക്കൂട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എഴുതൽ? അപ്പോൾ ഇത്തരത്തിലുള്ളത് നോക്കണേ. ഇത് ഇരട്ടിച്ച് വരുന്ന, അല്ലെങ്കിൽ ഇവിടെ ആള് പ്ലസ് കൂട്ടം വരുന്ന ഇവിടെ ഇതിനാണല്ലേ, കാക്കാണ് ഇരട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആൾക്കൂട്ടം എന്ന് നമ്മളത് എഴുതും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. കൈ പ്ലസ് തണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കൈത്തണ്ട് അല്ലേ. കൈ താണ്, ഇതിനാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്, കൈത്തണ്ട് എന്ന് പറയും. ഇനി കൺ പ്ലസ് നീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണീർ അല്ലേ. കണ്ണീരാണ്, കണ്ണുനീരല്ല കേട്ടോ, കണ്ണീറാണ് ഇവിടെ വരുന്നത്. ശ്രദ്ധിക്കുക. കൺ പ്ലസ് നീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുനീരല്ല, കണ്ണീറാണ്. ഇനി സർവ പ്ലസ് ഉപരി എല്ലാവർക്കും അറിയാം, സർവോപരി. അതാണ് സർവ പ്ലസ് ഉപരി, ഇത് സർവോപരി. ഇനി നെക്സ്റ്റ് വരുന്നത് മാല പ്ലസ് പടക്കം അല്ലേ, ദറ്റ് ഈസ് മാലപ്പടക്കം. ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇനി നവ പ്ലസ് ഉത്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നവോത്ഥാനം. നവോ പ്ലസ് ഉത്ഥാനമാണ് നവോത്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ 7ാമത്തെ സെഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അത് വാക്കുകളിൽ ഉത്തരം എഴുതിയാൻ വേണ്ടിയിട്ടാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. ബാക്കി ഇനി ഉള്ളതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഏതെങ്കിലും 10 ചോദ്യങ്ങൾക്കാണ്.
20-25 വാക്കുകളിൽ. ഇപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എത്രയാണെന്ന് നോക്കാം. 15 ക്വസ്റ്റ്യൻസിൽ 10 എണ്ണത്തിനാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാണെങ്കിൽ ചെയ്താൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാതൃഭാഷയ്ക്ക് മറ്റു ഭാഷകളെ അപേക്ഷിച്ച് എന്തെല്ലാം സവിശേഷതകളാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്, നമ്മുടെ ബോധനത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? മാതൃഭാഷയാണ് അല്ലേ. എന്ത് പഠിക്കുന്നതാണെങ്കിലും അത് ഹൃദയത്തിൽ നിന്ന് പതിയണമെങ്കിൽ മാതൃഭാഷയിലൂടെ അറിയണം എന്നല്ലേ പറയുന്നത്. ഇത് തന്നെയാണ് കവി അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്താ അമ്മ എന്ന് മലയാളത്തിൽ വിളിക്കുക, അല്ലെങ്കിൽ മമ്മി ഓർ ഡാഡി എന്നല്ല വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭാഷ ഏതാണ്? അത് നമ്മുടെ മാതൃഭാഷ ആയിരിക്കും. അപ്പോൾ ഫോറിനേഴ്സിനൊക്കെ അതേപോലെ തന്നെയാണ്. അവർക്ക് മലയാളം ഒന്നും അപ്പം ആക്സിഡൻ്റ് ആയി ആ ഒരു സർട്ടൻ സിറ്റുവേഷനിൽ വരില്ല. അവരുടെ മാതൃഭാഷ എന്താണോ അതേ വരത്തുള്ളൂ. അപ്പം എന്തായിരിക്കുകയാണെന്ന്, ബോധനത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള മാധ്യമം മാതൃഭാഷയാണെന്ന് എഴുതാം നമുക്ക്. ഇനി 8.2 നോക്കുന്നതാണെങ്കിൽ, ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഹ്റുവിൻ്റെ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ്? കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുണ്ട്, വയലുകളുണ്ട്, മഴക്കാലത്തിൻ്റെ ഇന്ദ്രജാലമുണ്ട്, പിന്നെ മഞ്ഞൻ തൊപ്പി അണിഞ്ഞ ഹിമാലയം, കാശ്മീർ മലഞ്ചെരിവുകൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നെഹ്റു അതിൽ പറയുന്നത്. ഏതിലാണ് പറയുന്നത്? നാനാത്വത്തിൽ ഏകത്വം എന്നതിൽ കേട്ടോ. ഇനി ശ്രീരാമൻ വില്ലൊടിച്ചപ്പോൾ ജനം വിസ്മയപ്പെടാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കുറേ പേര് ശ്രമിച്ചിട്ട് അനക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ്. ഇത്രയും ഭാരമേറിയ വില്ലാണത്. പക്ഷെ ഈ ഒരു ശ്രീരാമൻ നിഷ്പ്രയാസം വില്ലെടുത്ത് കൊലയ്ക്കാൻ തുടങ്ങിയപ്പോൾ അതിന് ഇടി വെട്ടുന്ന ശബ്ദത്തോടെ ഒടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനം വിസ്മയപ്പെട്ടിട്ടുള്ളത്. ഇനി മനസ്സിനി എന്ന കവിതയെ അടിസ്ഥാനമാക്കി ചങ്ങമ്പുഴ കവിതകളുടെ 2 സവിശേഷതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ്? വർണ്ണനയുടെ സൗന്ദര്യം, അതിൻ്റെ അലങ്കാര ബിംബകൽപ്പനകളുടെ ഭംഗിയൊക്കെ ഈ ഒരു സവിശേഷതകളായിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണിവൾ, അവൾ തൻ്റെ പെങ്ങളാണെന്ന തോന്നൽ കവിക്ക് ഉണ്ടാകുവാൻ കാരണം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ്? വല്ലായ്മയായിട്ടുള്ള ഒരു നിൽപ്പുണ്ടായിരുന്നു അല്ലേ. പിന്നെ അവളുടെ മൗനം, കണ്ണുനീറ്, പിന്നെ കൂടാതെ ഏറ്റവും അവസാനമായിട്ട് അതിൽ കവിതയിൽ പറയുന്നുണ്ട് കയ്യിൽ കെട്ടിയ രാഖി. ഇതൊക്കെയാണ് പെങ്ങളാണെന്ന്, ചൊല്ലാതെ ചൊല്ലുന്നു നിൻ പെങ്ങളാണെന്നവൾ കവിക്ക് അനുഭവപ്പെടാൻ കാരണം. നെക്സ്റ്റ്, കുട്ടികളുടെയും മുതിർന്നവരുടെയും സ്വഭാവത്തിൽ സഞ്ജയൻ കാണുന്ന പ്രധാന അന്തരങ്ങൾ എന്തെല്ലാം? എന്തൊക്കെയാണ് അന്തരങ്ങൾ? കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷ്കളങ്കരാണ് അല്ലേ. അവർ ഒന്നും ഒളിച്ചു വെക്കുന്നൊന്നുമില്ല, ആരെയും ദ്രോഹിക്കില്ല. പക്ഷെ മുതിർന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യത്തെ എടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാത്തിനും കാപ്പട്യം നിറയ്ക്കുന്നവരാണ്. അതാണ് പ്രധാന അന്തരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പറ്റി നിന്നിരുന്നു. നെയ്പായസം എന്ന കഥയിലെ ഈ സൂചന ഗൃഹനായികയുടെ ജീവിതത്തിൻ്റെ എന്തൊക്കെ സവിശേഷതകളാണ് വ്യക്തമാക്കുന്നതെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വീട്ടുജോലികളിൽ മുഴുകിയിട്ടുള്ള ഒരു വീട്ടമ്മയുടെ ചിത്രമാണല്ലേ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടമ്മയെ ഉദ്ദേശിച്ചിടത്തോളം അടുക്കള എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ എല്ലാ കാര്യങ്ങളും, അവിടെയാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടുജോലികളിലാണ് അവർ തിരക്കിൽ ഏർപ്പെടുന്നത്. വിശ്രമമില്ലാത്ത, അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ പോലും ശ്രദ്ധിക്കാൻ കഴിയാത്ത ഒരു വിശ്രമമില്ലാത്ത ജോലി എന്ന രീതിയിൽ നമുക്കിതിനെ പറയാം. അപ്പോൾ ഇതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാസവദത്തയുടെ മാളികയുടെ ചിത്രം കവി എങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ്. എങ്ങനെയാണ്? അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള രാജവേദിയുടെ അരികിലായിട്ടാണ് അല്ലേ ആ ഒരു മാളിക ഉള്ളത്. അത് ആകാശത്തെ ചുംബിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ MCQയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, വ്യാളീമുഖം വച്ച് തീർത്ത വളഞ്ഞ വാതിൽ ആണ് ആ ഒരു വീടിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ പോയിൻ്റായിട്ട് എഴുതണം. ഇനി വീടിൻ്റെ ചുറ്റുമതിൽ എന്താണ്, അകത്ത് ആളിരുന്നാൽ നമുക്കത് ഉള്ളിലുള്ള ആളെ കാണാൻ പറ്റുന്നതായിരിക്കും. അത്രയ്ക്ക് ഉയരം കുറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അത് എഴുതേണ്ടത്. ഇനി ബാലിപ്പെണ്ണിൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത എന്തെന്നാണ് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? അവർ ഭക്തിയുള്ളവരാണ്, പരിഷ്കാരികളാണ്, ഉത്സാഹഭരിതരാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാവണനെ ബാലിയുടെ വാൽ കുടുക്കി മടങ്ങുന്ന നാരദൻ പറഞ്ഞത് എന്തെല്ലാന്ന്? എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം വാലിൽ പിടിക്കുക, ഒരു കൈ കൊണ്ട് പിടിക്കുക, നീണ്ടു തടിച്ച 20 കൈകൾ നേരത്തെ പിടിക്കാൻ പറഞ്ഞു. ഇത്തരം കാര്യങ്ങളാണ് നാരദ പറഞ്ഞു കൊടുത്തത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏകത്വം പ്രകടമാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏകത്വം പ്രകടമാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം? നെഹ്റുവിൻ്റെ കഥാഭാഗമാണ് ഇവിടെ വരുന്നത്. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് എല്ലാ ക്രിസ്ത്യാനികളും ജൂതരും മുസ്ലിങ്ങളും ഒക്കെ ഇന്ത്യക്കാരായിട്ട് മാറി വന്നു അല്ലേ. അപ്പോൾ ഇവിടെ പരിവർത്തനം ചെയ്ത ഇന്ത്യക്കാർ മതം മാറിയിട്ടും ഇന്ത്യക്കാർ അല്ലാതായില്ല. മറ്റു രാജ്യങ്ങളിൽ ചെന്നാൽ ഇവരെയും നമ്മളെന്താണ് ഇന്ത്യക്കാരായിട്ടേ പരിഗണിക്കാറുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് അവിടെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപകടത്തെ ആശ്ലേഷിക്കുന്നതായി ജാനമ്മയ്ക്ക് തോന്നിയിരുന്നത് എപ്പോഴാണ്? അപ്പം എങ്ങനെയാണ്? കമ്പിയിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ട്രപ്പീസിൽ പറക്കുമ്പോഴൊക്കെ ജാനമ്മക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത്, ഗോപസ്ത്രീകൾ ആരോടെല്ലാമാണ് കൃഷ്ണനെ കുറിച്ചിട്ട് തിരക്കിയത്? അപ്പോൾ അതൊരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ടാവും. പ്രിയനെ തേടിയിൽ മൊത്തത്തിലും അത് തന്നെ കൃഷ്ണനെ കുറിച്ചിട്ട് തന്നെയാണ് അല്ലേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആരോടൊക്കെയാണ്? വൃക്ഷങ്ങളോട്, പിന്നെ വള്ളികളോട് ചോദിച്ചിട്ടുണ്ട്, കോകങ്ങൾ, കുയിലുകൾ, മാനുകൾ, എല്ലാത്തിനോടും ഇങ്ങനെ അതിന് അത്തീനോടും പിച്ചീനോടും മുല്ലയോടും കൈതയോടൊക്കെ. കൈതയോടൊക്കെ കൈതവം മാറാതെ കള്ളം പറയാതെ നിങ്ങൾ എന്നോട് പറയണം അവൻ എവിടെയാണുള്ളതെന്ന്. അപ്പം അങ്ങനെ അത്രയും ആൾക്കാരോട് കൃഷ്ണനെ കുറിച്ച് ഗോപസ്ത്രീകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാസവദത്തയുടെ മുഖകാന്തി കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പം എങ്ങനെയാണ്? ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ശോഭ കൂട്ടുന്ന പോലെ തന്നെ കസവ് വസ്ത്രം ചാർത്തിയിട്ടുണ്ടെന്ന്. പിന്നെ ഒരു വശത്തേക്ക് അത് ഒതുക്കുമ്പോൾ നെറ്റിയിലെ കസ്തൂരി പൊട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. പിന്നെ മിന്നുന്ന കല്ലുകൾ പതിച്ച കർണാഭരണം ആരണിഞ്ഞിട്ടുണ്ട്? നമ്മുടെ വാസവദത്ത അണിഞ്ഞിട്ടുണ്ടായിരുന്നു. വിടരാത്ത മുല്ല കൊണ്ട് കേശം അലങ്കരിച്ചു, അതായത് വിടരാത്ത മുല്ല കൊണ്ട് മൊട്ടുകൊണ്ട് അല്ലേ, മുല്ലമൊട്ട് കൊണ്ട് കേശം നമ്മുടെ മുടി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. വാസവദത്തയുടെ മുടി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് കവി പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പെണ്ണ്, പൊന്ന് എന്നിവയ്ക്ക് കുഞ്ഞുണ്ണി മാഷ് നൽകുന്ന നിർവചനം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ്? ഭംഗി ഉണ്ടാകുന്നതാണ്, ആകർഷകത്വം ഉണ്ട്, പിന്നെ അവയ്ക്ക് രണ്ടിനും എന്താണ്? മൂല്യമുണ്ട് അല്ലേ. പെണ്ണിനായാലും പൊന്നിനായാലും ഒരു മൂല്യമുണ്ട്. അപ്പം ഇത് രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കലഹം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം അല്ലേ. അപ്പോൾ രണ്ടിനെ കവി അവിടെ പരാമർശിക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. ഇനി 9ാമത്തെ സെഷനിൽ വരുന്നത് 5 ചോദ്യങ്ങൾക്ക് 40-45 വാക്കുകളിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ടോട്ടൽ ഉണ്ടല്ലോ നമുക്ക് വരുന്നത് 8 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 5 എണ്ണത്തിന് 3 മാർക്ക് വീതമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ 15 മാർക്ക്. നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കാം. 9.1 ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി ഉരകങ്ങളെ പോലെ മൈതില് മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൾ. ഈ വരികളിലെ അലങ്കാര കൽപ്പനകളുടെ ഭംഗി വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം രാമൻ വില്ലൊടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദത്തെ ഇടിമുഴക്കത്തോടും, അപ്പം പിന്നെ ആണെങ്കിൽ രാജാക്കന്മാർ ആ ശബ്ദം കേട്ടിട്ട് നടുങ്ങിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവരെ എന്തുകൊണ്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ള? ഉരകങ്ങൾ അല്ലേ, ഉരകങ്ങളെ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാൽ അല്ലേ. മയിൽപ്പീലി സന്തോഷത്തോടെ നിൽക്കുന്ന, ആനന്ദത്തോടെ മയിലുകളുടെ നൃത്തത്തോടും രൂപസാദൃശ്യം വരുത്തിയാണ് ഈ ഒരു ആശയത്തിന് കൂടുതൽ ചമൽക്കാര ഭംഗി കവി നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനസ്സിനി എന്ന കവിതയിൽ ചങ്ങമ്പുഴ പ്രഭാതത്തെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു പ്രഭാതത്തെ വർണ്ണിച്ചിട്ടുണ്ടായിരുന്നത്? മഞ്ഞ തെച്ചിപ്പൂങ്കുല പോലെ മനോഹാരിത വിടരുന്ന പുലരിയായിട്ട് പറയുന്നുണ്ട്. പിന്നെയാണെന്ത്? അകലെ കാന്തി ചിന്തുന്ന ദേവാലയത്തിൻ്റെ സ്വർണ്ണ താഴികക്കുടം, പൊന്നിൻ കൊടിമര മുകളിൽ പറന്ന കൊടി കാണുന്ന ദേവതകളുടെ ശബ്ദം പോലെ, കൂടാതെ കാട്ടിൽ കളകള ശബ്ദം, മലമുകളിലെ മർമര ശബ്ദം. ഇതൊക്കെയാണ് പ്രഭാതത്തെ വർണ്ണിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചങ്ങമ്പുഴ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിന് കവിത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താണോ അതെല്ലാം എഴുതി കൊടുത്താൽ മതി, മാർക്ക് കിട്ടിയിരിക്കും. ഇനി കച്ചട്ടി സമീറുടെ കഥയിലൂടെ സഞ്ജയൻ നൽകുന്ന സന്ദേശം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ്? നമ്മളിപ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹാസിക്കുന്നതാണെങ്കിൽ അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. അപ്പം ആ ഒരു പരിഹാസത്തെ നമ്മൾ സമചിത്തതയോടെ വീക്ഷിക്കുകയും നമ്മളിൽ എല്ലാവരും ഒരു നർമ്മബോധം വളർത്തിയെടുക്കുകയും ചെയ്യണമെന്നാണ് സഞ്ജയൻ ഇവിടെ കൊടുക്കുന്ന ഒരു സന്ദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയ്പായസം എന്ന കഥയിൽ തൻ്റെ ഭാര്യയുടെ മരണം കഥാനായകനിൽ ഉണ്ടാക്കിയ ചിന്തകൾ എന്തെല്ലാം എന്നാണ്. ഇവിടെ എന്താണ് ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കഥാനായകനിൽ?
അവിടെ അവരുടെ വിവാഹകാലത്തെ ഓർമ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് കൂടുതലുണ്ടായിരുന്ന പ്രതീക്ഷകൾ ഒക്കെ പറയുന്നുണ്ട് അല്ലേ. താൻ കിടപ്പിലായാൽ ആരാണ് ഇനി കുട്ടികളെ നോക്കുക, പലഹാരങ്ങൾ ഉണ്ടാക്കുക, പിന്നെ അവർക്ക് എന്തെങ്കിലും രോഗം പിടിപെടുന്നാണെങ്കിൽ ശുശ്രൂഷിക്കുക, ഇനി ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി അയാൾ കഥാനായകൻ ആരോട് പറയും എന്നുള്ള ഒരു വേവലാതികൾ അതുമൂലം ഉണ്ടായിരുന്ന ചിന്തകളാണ് അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഗോപസ്ത്രീകളുടെ കൃഷ്ണപ്രേമം ഉന്മാദാവസ്ഥയോളം എത്തിയിരുന്നു എന്ന് കവി സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ്? കാരണം അവർ കാട്ടിൽ കാണുന്ന ഒരു പൂവിനോടും പുഴുവിനോടും ചോദിക്കുന്ന പോലെ അല്ലേ, വൃക്ഷലതാദികളോടും ജന്തുക്കളോടും ഒക്കെ കൃഷ്ണനെ ഇങ്ങനെ തിരക്കി നടക്കുകയാണ്. അപ്പം ഇതൊക്കെ ഈ ഒരു വൃക്ഷലതാദികൾ എന്ന് പറയുന്നത് എന്താണ്? പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരാണ് അല്ലേ. അപ്പം അവരോട് പോലും പല രീതിയിൽ അതിര് വിട്ട കാര്യങ്ങളായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അത്രയും കൃഷ്ണപ്രേമം ഉന്മാദാവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ്, ബാലദ്വീപ് ഭൂപ്രകൃതിയിൽ കേരളത്തോട് സാദൃശ്യം വഹിക്കുന്നു. ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് സാദൃശ്യം വഹിക്കുന്നത്? ഞങ്ങൾ മുൻപ് MCQ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടുത്തെ തെങ്ങും കവുങ്ങും മാവും പ്ലാവും ആ ഒരു പറമ്പിൽ തലപൊക്കി നിൽക്കുന്നു എന്നൊക്കെ നമ്മുടെ കേരളത്തിനോട് സമാനമായിട്ടുള്ളതാണ് അതെന്ന്. അപ്പം അതിനെക്കുറിച്ചിട്ട് വിശദീകരിച്ചെന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് നോക്കാം. അച്ഛൻ്റെ മർദ്ദനത്തിൻ്റെ തീവ്രത വീട്ടിൽ ചിത്രീകരിക്കുന്നത് എങ്ങനെയെന്നാണ്. അപ്പം അവിടെ എങ്ങനെയാണ് വീട്ടിൽ ഭട്ടതിരിപ്പാട് പറയുന്നത്? അയാളുടെ അച്ഛന് ദേഷ്യം കയറി കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നൊന്നും പറയുന്നില്ല. 5-8 പുളിവാറൽ മുറിയും വരെ പ്രഹരിക്കുന്നുണ്ട് അദ്ദേഹം. പിന്നെ കഴുത്ത് മുതൽ കണങ്കാല് വരെ എവിടെയൊക്കെ ചോര തടിച്ചു വീർത്ത നിരവധി പാടുകൾ അല്ലേ, അതൊക്കെ ആ ഒരു കുഞ്ഞു ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പം അത്രയ്ക്കും ഭീകരമായിട്ടുള്ള മർദ്ദിക്കുന്ന ഒരു സ്വഭാവക്കാരായിരുന്നു അച്ഛൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. അതൊക്കെ അത്ര കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം. ഇനി നാരദൻ രാവണനെ വാലിൽ കുടുക്കിയ രീതി വിവരിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് വാലിൽ കുടുക്കിയിട്ടുള്ളത് നാരദൻ? കുരങ്ങിന് ശക്തി വാലിലാണെന്ന് നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഭാര്യയുടെ വാലിൽ രാവണനെ കൊണ്ട് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കൈകൊണ്ട് 2 കൈകൊണ്ടും 20 കൈകൊണ്ടും മാറി മാറി ആര് പിടിച്ചു? നമ്മുടെ രാവണൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവണൻ്റെ കൈകൾ മാത്രമല്ല ശരീരം മുഴുവൻ ആ ഒരു വാല് കൊണ്ട് അപ്പം വലിഞ്ഞു മുറുക്കി. അപ്പോൾ ഇതാണ് ആ ഒരു രീതി. ഇങ്ങനെ തന്നെ വിവരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 9th സെഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സെഷനിലാണ് വരുന്നത്, അവസാന സെഷനാണ്, 10ാമത്തെ സെഷനാണ് വരുന്നത്. ഇതിൽ 100-150 വാക്കുകളിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. 5 മാർക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ 3 എഴുതിയാൽ മതി. ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങുന്നതാണ്. ടോട്ടൽ നമുക്ക് ഇവിടെ 3 ക്വസ്റ്റ്യനാണ്. എന്നിരുന്നാൽ പോലും അതിൽ ക്വസ്റ്റ്യനും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കാം. 10.1 എന്ന് വെച്ചെങ്കിൽ ബോധനത്തിന് ഏറ്റവും ഉചിതമായ ഭാഷ മാതൃഭാഷയാണ്. ഇതിനെക്കുറിച്ച് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ബോധനത്തിനെ കുറിച്ച് പറയുന്നതെങ്കിൽ അല്ലേ, നമ്മുടെ ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്കതെന്താണ് നമ്മുടെ പെറ്റമ്മയ്ക്ക് തുല്യമായിട്ടാണ്. അപ്പോൾ ഏതൊരു കാര്യം നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പറയണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഭാഷയിൽ തന്നെ അതിനെ അഭ്യസിക്കേണ്ടതായിട്ടുണ്ടല്ലേ. നമ്മൾ ഏറ്റവും കുറേ പ്രയാസമേറിയിട്ടുള്ള വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങളൊക്കെ മനസ്സിലാക്കി തന്നതൊക്കെ എന്താണ് നമ്മളെ അത്രയ്ക്കും പഠിപ്പിക്കാൻ ശക്തമായിട്ടുള്ളത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ട് കുറച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് എലോബറേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുക്കാം. ഇനി ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. കുടുംബങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും ത്യാഗങ്ങളും പെങ്ങൾ എന്ന കഥയുടെ പശ്ചാത്തലത്തിൽ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച്? അത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പെങ്ങൾ എന്ന കവിതയെ മുൻനിർത്തിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അപ്പം അവർക്കുണ്ടാവുന്ന ക്ലേശങ്ങൾ, കഠിനാധ്വാനം, പിന്നെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വയം ഹോമിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയാം. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 11.2 അല്ലേ, നമ്മൾ നന്നാകുവാൻ എന്ത് നല്ലൊരു ചൂലും മനസ്സിൽ നല്ലോ. ഈ വരികളുടെ സമകാലിക പ്രസക്തി വിലയിരുത്തുക. സമകാലിക പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രസക്തി അല്ലേ, ഇപ്പോഴുള്ള പ്രസക്തി എന്താണ്? ഇതൊന്നും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായിരിക്കണം
നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ രൂപപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അത് തുടച്ചു നീക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി നന്നായി കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലുള്ള സമൂഹം നന്നാവും, അല്ലെങ്കിൽ മറ്റുള്ളവരും അതേപോലെ തന്നെ ഡീഗ്രേഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളത് എഴുതി കൊടുക്കാം. ഇനി നെക്സ്റ്റ് കുടുംബം ജീവിതം ആദർശപൂർണ്ണമാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവാന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് കുടുംബജീവിതം ആദർശപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെ നമ്മുടെ ഭാര്യയും ഭർത്താവും മക്കളൊക്കെ നല്ല രീതിയിൽ കഴിയുന്ന ഒരു കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഏറ്റവും നല്ല സൗഖ്യമുള്ള കുടുംബം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവണം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് നയിക്കേണ്ടത് അല്ലേ. അന്നേരം മാത്രമേ നമുക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പാർട്ടിൽ നിന്ന് എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടേതായ ഓൺ വേർഡ്സിൽ ആണ് അവർ ചോദിക്കുന്നത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് നമ്മുടെ കഥാസന്ദർഭമായിട്ട് സാമ്യപ്പെടുത്തിക്കൊണ്ട് എഴുതിയാൽ മാത്രം മതി. തീർച്ചയായിട്ടും മാർക്ക് 5 മാർക്കിൽ ഒരു 3 മാർക്കെങ്കിലും കിട്ടാതിരിക്കില്ല നിങ്ങൾ എന്തെങ്കിലും എഴുതി വെച്ചാലും. ഇനി നെക്സ്റ്റ് 10.3 ക്വസ്റ്റ്യൻ നോക്കാം. ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാണ് കേരളത്തിലെ അഭിനയ കലകൾ വളർന്നു വന്നിട്ടുള്ളത്. ഈ അഭിപ്രായം പരിശോധിക്കുക. അപ്പം എന്താണ് ഇതിൽ എഴുതേണ്ടത്? കൊട്ട്, പാട്ട്, ആട്ടം, കൂത്ത്, തുള്ളൽ, കളി, വിളക്ക് ഇത്തരം തുടങ്ങിയിട്ടുള്ള ഇതാണ് കേരളത്തിലെ പ്രധാന കലകൾ അല്ലേ. പിന്നെ ആണെങ്കിൽ എല്ലാതരം വാദ്യങ്ങൾക്കും പൊതുവായിട്ടുള്ള പേരാണ് ഈ ഒരു കൊട്ട് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ എന്താണ് ഇടയ്ക്ക, മദ്ദളം, തിമില അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതിനൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ ആനുകാലിക പ്രസക്തിയെ ഒരു ഉപന്യാസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുത്തിട്ട് ബാക്കി ഉപന്യസിക്കാൻ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് വൈസായിട്ട് ഒരു 3 പാരഗ്രാഫുകളായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളുടെ ആനുകാലിക പ്രസക്തിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കേരളത്തിൻ്റെ നവോത്ഥാനം അതിനെക്കുറിച്ചിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ സാമൂഹ്യ തിന്മകൾക്കെതിരെ എങ്ങനെയൊക്കെ പടപൊരുതുന്നുണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഉപന്യാസം തയ്യാറാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനൊരു നല്ലൊരു ഹെഡിങ് കൊടുക്കുക ഉപന്യാസം തയ്യാറാക്കുമ്പോൾ. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് ആനുകാലിക പ്രസക്തി കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിനെ ബന്ധപ്പെടുത്തിയിട്ട് എഴുതിയാലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ മലയാളത്തിൽ എഴുതാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ മനസ്സിലായല്ലോ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ക്ലാസ് കഥയായാലും കവിതയായാലും പഠിക്കണം. 2 days മുന്നെങ്കിലും പഠിച്ചു വെച്ചാലും മതി, പക്ഷേ എല്ലാം നിർബന്ധമായിട്ടും പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ എനിവേ ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.